Good morning, viewers. In the 29th May, so ഇന്നത്തെ നിഫ്റ്റി ലെവൽസ് ഞാൻ കാണുന്നത് 24,100 വരെ അപ്സൈഡിൽ മൂവും 23,700 ഡൗൺവേർഡ് മൂവ് ആയിരുന്നു. സോ രാവിലെ നല്ലൊരു മൂവ് ചെയ്തിരുന്നു. നിഫ്റ്റി ഓൾമോസ്റ്റ് 24,000 വരെ വന്നിരുന്നു. പിന്നെ സെൻസെക്സിനെ കുറിച്ച് പറഞ്ഞാൽ സെൻസെക്സ് 76,000 പോയിന്റിലാണ് ഹയസ്റ്റിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് അപ്പ് 133 പോയിന്റ് അപ്പിലാണ് രാവിലെ ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റി ആണ് കുറച്ച് ഡൗൺ. ബാങ്ക് നിഫ്റ്റി 54,853 ദാറ്റ് മീൻസ് -0.43. ബാങ്ക് നിഫ്റ്റിയിലൊരു ബിയറിഷ് പ്രഷറാണ്. അതിൻ്റെ ഒരു കാരണം അറിയാലോ, HDFC ബാങ്കിൻ്റെ കുറച്ചൊരു വീക്ക്നെസ് കാണുന്നുണ്ട്. അതാണ് പറയുക. പിന്നെ അതിൻ്റെ നിഫ്റ്റിൻ്റെ ഒരു കീ ടെക്നിക്കൽ ലെവൽസ് പറയുക വെച്ചാൽ അതിൻ്റെ 20-day EMI വരുന്നത് 23,750 അതുപോലെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണുന്നത് 54,600 സോ അതിൽ വിത്ത് ഹെവി റെസിസ്റ്റൻസ് വരുന്നത് 55,221 ഹെവി റെസിസ്റ്റൻസ് കാണുന്നത്. അത് പ്രീവിയസ് ആയി. ഇന്ന് മെയിൻലി പെർഫോം ചെയ്തത് IT ഇൻഡെക്സ് ആണ്. IT ഇൻഡെക്സിൽ എല്ലാ സ്റ്റോക്സും നന്നായി മൂവ് ചെയ്തിരുന്നു. കാരണം മെയിൻലി IT ഇൻഡെക്സ് ഓൾമോസ്റ്റ് 2.75% ഹയർ ആയിരുന്നു മൂവ് ചെയ്ത്. മെയിൻലി അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇൻഫി ഓൾമോസ്റ്റ് ഏകദേശം 4% ഹൈയിലാണ് ഇൻഫി ചെയ്ത്. പിന്നെ LT മൈൻട്രി 3% ഹൈയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് പറയട്ടെ, LICൻ്റെ എക്സ് ഡേറ്റ് വരുന്നു. 1:1 ബോണസ് കൊടുക്കുന്നുണ്ട്. അത് പ്രൈസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് 415 റുപ്യാണ്. പക്ഷെ ഞാനിന്ന് കാണുന്ന LIC ഒരു എനേബിൾ ചെയ്യാൻ പറ്റുന്ന ലെവലാണിത്. നിങ്ങൾക്ക് പൈസ ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. പക്ഷേ LIC ഒക്കെ ഈ പ്രൈസിൽ അക്യുമുലേറ്റ് ഇന്നത്തെ ആ സെറ്റിൽ ചെയ്യുന്ന പ്രൈസില്ല 415 റുപ്യയിൽ ആ റേഞ്ചിൽ LIC എനിക്ക് തോന്നുന്നു ഒരു എനേബിളിംഗ് റേഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വടിലാൽ ഇൻഡസ്ട്രീസ് ഭയങ്കര പ്രോഫിറ്റാണ് കൊണ്ടുവരില്ല. Q4 149% സർജ് ഇൻ പ്രോഫിറ്റാണ് കൊണ്ടുവരില്ല. സ്റ്റോക്ക് ഓൾമോസ്റ്റ് 10% ഹൈയാണ്. US മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഹൈലാണ് ചെയ്യുന്നത്. ഡോ ജോൺസ് നോക്കുകയാൽ ഹൈലാണ്, S&P ഹൈലാണ്, നാസ്ഡാക്ക് എല്ലാം ഹൈലാണ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് പറഞ്ഞു വെച്ചാൽ $92.69 ഉള്ളത്. സോ പ്രൈസ് ഓയിലിൻ്റെ കുറഞ്ഞിട്ടുണ്ട്. സോ അത് ഇൻഫ്ലേഷൻ കുറക്കും. റുപ്പി ഈസ് ഓൾമോസ്റ്റ് ട്രേഡിങ് ഹോവറിങ് സംവെയർ അറൌണ്ട് 95.41. പിന്നെ പ്രധാനമായിട്ട് 6 മാസം വരെ വെടിനിർത്തൽ കരാർ എഗ്രിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടു. സോ ദാറ്റ് ഈസ് വൺ ന്യൂസ്. പിന്നെ വേറൊരു കാര്യം, ടി സി എസിൻ്റെ ഒരു കോൺട്രാക്റ്റ് ബാങ്ക് ഓഫ് കനഡ, റോയൽ ബാങ്ക് ഓഫ് കനഡയായിട്ടുള്ള 20 കൊല്ലത്തെ കോൺട്രാക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ആക്സെഞ്ചറാണ് ആ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് എന്തോ AI സർവീസ് ചെയ്യുന്ന ഒരു ഇത് റിലേറ്റഡ് ബിസിനസ്സാണ്. അതുപോലെ വിപ്രോൻ്റെയും ബൈബാക്ക് വന്നിട്ടുണ്ട് 250 റുപ്യ പെർ ഷെയർ. സോ താങ്ക് യു ഫോർ ബീയിങ് മൈ ചാനൽ.